ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ രാവിലെ ഒരു തിരക്കാണ് കേട്ടോ. തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഹസ്ബൻഡിൻ്റെ വീട് വരെ ഒന്ന് പോകണം. അവിടെ നാളെ കെട്ടുന്നറയുണ്ട്. അനിയൻ പോകുന്നുണ്ട് കേട്ടോ. സുടുമോൻ്റെ പാപ്പൻ പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇന്ന് പോയി പോരാന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ അതിലൊക്കെ പങ്കെടുക്കേണ്ട ആൾക്കാരാണ്. പക്ഷെ നമുക്ക് നമ്മുടെ സാഹചര്യം ഇങ്ങനെയായി കാരണം കൊണ്ടാണ് നമ്മൾ മാക്സിമം അങ്ങനെയൊക്കെ ഒഴിയണത് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, സുടുമോൻ ഇങ്ങനെയിട്ട് ഈ ആൾക്കൂട്ടത്തിലായാലും എവിടെ പോയാലും ഇങ്ങനെയിട്ട് ഇടിക്കണത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടത് അവരിങ്ങനെ തല അധികം കൂടുതലായിട്ട് ഇടിപ്പിക്കരുത്, അതിങ്ങനെ ഷോക്ക് അടിക്കുന്ന പോലെയാണ് അവർക്ക്. അപ്പോൾ അത് വൈബ്രേഷൻ കൂടുതലാവും. അപ്പോൾ അങ്ങനെ ആൾക്കാരുകളും ഇതൊക്കെ കാണുമ്പോൾ അത് ഷോക്ക് അടിക്കുന്ന പോലെയെന്ന് പറയുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടെ. അപ്പോൾ നല്ലൊരു ബുദ്ധിമുട്ട് കുട്ടി അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളിലായാലും ഒക്കെ ഒന്ന് സാഹചര്യം അനുസരിച്ച് മാറി നിൽക്കല്ലേ നല്ലത്. അപ്പോൾ ഇന്ന് പോയി പോരാന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ സുടുമോനെയും കൊണ്ട് ഇന്നൊന്ന് പോയി പോരണതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോകാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഒന്ന് ഓട്ടോ വിളിച്ചിട്ട് പോയി. അപ്പോൾ അവിടെ നിന്ന് അമ്മയും ഞാനും കൂടി പോയി പോന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ 2 ആഴ്ച മുമ്പ് പോയി പോന്നായിരുന്നു കേട്ടോ. അപ്പോൾ സുടുമോൻ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. എവിടെയെങ്കിലും ഓട്ടോറിക്ഷയിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ എന്താ, അതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഇറക്കാനും കയറ്റാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവനങ്ങോട്ട് ഇറക്കി കിട്ടാനായിട്ട് ഇത്തിരി പാടാണ് കേട്ടോ. എന്താ വെച്ചാൽ അതുമ്പോൾ പിടിച്ചിരിക്കും. ഇറങ്ങണ കാര്യം ഇഷ്ടമല്ല. ആ ഓട്ടോറിക്ഷയിൽ തന്നെ ഓട്ടോറിക്ഷനെ കെട്ടിപ്പിടിച്ചിരിക്കാനാണ് പുള്ളിക്കാരന് ഇഷ്ടം. അപ്പോൾ ഇന്നിപ്പോൾ ഓട്ടോറിക്ഷയിൽ പോകണ്ടെന്ന് അറിഞ്ഞിട്ട് ബ്രഷ് ചെയ്യാനും ഒക്കെ ഇതിന് അല്ലെങ്കിലും ഭയങ്കര വാശിയാണ് കേട്ടോ. എവിടെയെങ്കിലും കൊണ്ടുപോകുന്ന കാര്യം ഒക്കെ ഇതേപോലെ തന്നെയാണ്. ഇത്തിരി റിസ്ക് എടുത്തിട്ടാണ് അവിടത്തേക്കും പോണത് കേട്ടോ. നമ്മൾ ഇന്നിപ്പോൾ ഞാൻ കൈ കൊണ്ടാണ് ജസ്റ്റ് തേപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. അവന് ബ്രഷ് കൊണ്ട് 1.5 തേപ്പിക്കണത്. അപ്പോൾ ഇന്നിപ്പോൾ എടുക്കാനായിട്ട് നോക്കിയപ്പോൾ ഇന്നിപ്പോൾ തലരിക്കലൊക്കെ കൂടുതലാട്ടോ. ഇതിപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ പോയിപ്പോൾ കുറേശ്ശെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കണത്. ഇന്ന് നേരം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യും കേട്ടോ. ഞാനപ്പോൾ പോയി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഒന്ന് വോയിസ് ഓവറൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ഇരിക്കണത് കേട്ടോ. സുടുമോനെ ഉറക്കിയിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കോ തെറ്റോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചോളൂ. നമ്മൾ ആ സമയത്തിന് ആ സുടുമോനൊന്ന് ഉറങ്ങണ സമയത്താണ് ഒന്ന് വോയിസ് ഓവറായാലും എന്തായാലും ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പാല് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പാല് കുടിക്കാനായിട്ട് ഫസ്റ്റ് കൊടുത്തപ്പോൾ കുടിച്ചു കേട്ടോ സുടുമോൻ. പിന്നെ കൊടുത്തപ്പോൾ അവൻ കുടിക്കണേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് വേണ്ടായി. അപ്പോൾ ഇവിടെ പോകണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനം കഴിക്കില്ല കേട്ടോ പൊന്നുമോൻ. അങ്ങനെയാണ് അവന്. ഒരു 10 മണി 10:30 ആവാണ്ടൊന്നും ഒരു സാധനം ഇറങ്ങില്ല കേട്ടോ. 10:30 ആകുമ്പോഴാണ് ഞാൻ ഓട്ടോറിക്ഷ വരാൻ പറഞ്ഞത്, രാവിലെ പോകാമെന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ പിന്നെ ഇനി ഉറങ്ങി കിടന്ന് കഴിഞ്ഞാൽ പിന്നെ എണീക്കുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ കഴിഞ്ഞ ദിവസം പോയ പോലെ തന്നെ പിന്നെ നേരം വൈകും എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരത്തെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പോയത്. അപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ ഏൽപ്പിച്ചു. അപ്പോൾ അവന് കുടിക്കാനായിട്ട് ഭയങ്കര മടി കേട്ടോ. വായ തുറക്കണില്ല. അപ്പോൾ പാലും ഇതൊക്കെ കുടിക്കാൻ പൊതുവേ മടിയാണ് കേട്ടോ അവന്. വായ തുറന്ന് കിട്ടുകയാണെങ്കിൽ ഇത്തിരി പാടാണ്. അപ്പോൾ അതങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വേഗം കൊടുക്കണം കേട്ടോ പതിവ്. ഇന്നിപ്പോൾ കുടിക്കാനായിട്ട് ഇരിക്കണില്ല കേട്ടോ. ഇന്ന് പോകണ വിവരം അറിഞ്ഞു. ഓട്ടോറിക്ഷയൊക്കെ വരുന്നു കേട്ടു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കുറച്ച് നേരം നമുക്ക് ബോളിട്ട് കളിക്കാമെന്ന് പറഞ്ഞിട്ടാ. ബോളിട്ട് കളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. ബോളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ ബോളെന്നുള്ള വാക്കൊക്കെ അവന് ചെറിയ ചില വാക്കുകളൊക്കെ അവന് അറിയാം കേട്ടോ. ബോള്, ഫാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ അതങ്ങോട്ട് മറന്നൊന്നും പോകണില്ല കേട്ടോ. ബോളെന്ന് പറയണതും ഫാൻ എന്ന് പറഞ്ഞാലൊന്നും മറക്കില്ല. വണ്ടി അതേപോലെ അങ്ങനത്തെയൊക്കെ അവന് ഓർമ്മയിൽ പെട്ടെന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ബോൾ എവിടെയാണെന്ന് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ നോക്കൂട്ടാ. പിന്നെന്താ, നമ്മൾ എടുത്ത് കൊടുക്കണം. അങ്ങനെ അങ്ങോട്ട് ഇപ്പോൾ ബോൾ കട്ടിലിൻ്റെ അടിയിലേക്ക് പോയിട്ടാണ്. അപ്പോൾ ഞാനത് എടുക്കാനായിട്ട് പിന്നെ പോയി. അപ്പോൾ അവൻ വിളിക്കുകയാണ് ബോൾ അവന് കയ്യിലേക്ക് കിട്ടണം. നേരെ എടുത്ത് എറിയാനാണ് കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് എറിയണത്. അപ്പോൾ നമ്മൾ ഓടി ചെന്ന് എടുക്കണം. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓടി ചെന്ന് എടുക്കണതും ബോൾ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താ, തൊട്ടടുത്ത് കിടക്കണ ബോൾ മാത്രമാണ് കേട്ടോ അവന് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അകലെ കിടക്കണതൊന്നും അങ്ങനെ നീങ്ങിയൊന്നും പോയി എടുക്കില്ല കേട്ടോ സുടുക്കുട്ടെ. മുൻപൊക്കെ നീങ്ങിയായിരുന്നതായിരുന്നു. ഇപ്പം അങ്ങനെ നീങ്ങാനായിട്ട് ശ്രമിക്കണില്ല കേട്ടോ തീരെയും അടുത്ത് നിന്നു. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സ് വരുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് നേരം വീഴും കേട്ടോ. വീഴുമ്പോൾ ഈ പില്ലാണ് 4 സൈഡിൽ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വീഴുന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് പേടിയാണ് കേട്ടോ അവൻ.
അവനെ ചിലപ്പോൾ നമ്മളിങ്ങനെ താഴെ ഇരുത്തി പെട്ടെന്നാവും പെട്ടെന്ന് തന്നെയാണ് കേട്ടോ വീഴ്ചയും കാര്യങ്ങളായാലും എന്തായാലും. അപ്പോൾ അത് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. തലോണയും ഇതിലും ഞാൻ മുൻപ് പിന്നെ ഫിസിയോതെറാപ്പിയുടെ മാറ്റിലാണ് കേട്ടോ ഇരുത്താറ്. മാറ്റിൽ ഇരുത്തുമ്പോഴും ഇങ്ങനെ വീഴുമ്പോൾ ഒരു വേദന ഉണ്ട് കേട്ടോ, ഇങ്ങനെ പെട്ടെന്ന് അടിച്ച് വീഴുമ്പോൾ. അപ്പോൾ അത് കാരണം കൊണ്ട് അതിലും ഇതായിട്ട് എനിക്ക് തോന്നണത്. അപ്പോൾ ഇങ്ങനെ പില്ല വെച്ച് ഞാനപ്പോൾ കൂടെ ഇങ്ങനെ അടുത്തുനിന്ന് അതിന് അങ്ങനെ മാറില്ല കേട്ടോ. അപ്പോൾ എപ്പോഴായാലും ഇപ്പോൾ ഏത് നേരം ഇങ്ങനെ വീഴും. ഫിക്സ് അങ്ങോട്ട് വലിയ കുറവെന്ന് പറയാനൊന്നുമില്ല കേട്ടോ സുടുമോന്. ഇടയിൽ ചില ദിവസം വലിയ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ചില ദിവസം ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അതെന്തായാലും ഉണ്ട്, ഡെയിലി അത് വരും എന്തായാലും ഫിക്സ് കേട്ടോ. അതവന് ഭക്ഷണം കൊടുക്കുന്ന സമയത്തായാലും ഏത് സമയത്തായാലും അവന് വരും. പെട്ടെന്ന് ഇങ്ങനെ ബലപ്പെടുത്തായാലും കാര്യങ്ങളും ഡ്രസ്സും ഇതൊക്കെ ഇടിക്കുമ്പോഴായാലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഫിക്സ് കുറഞ്ഞാലാണ് ചെറിയ ചെറിയ മാറ്റങ്ങളായാലും ഇവർക്ക് വരുള്ളൂ എന്നാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞേക്കണത്. അപ്പോൾ അങ്ങനെ ബോളിട്ട് കളിക്കാനായിട്ട് ബോൾ അവന് ഇട്ട് കൊടുക്കാണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ അതിനിടയിൽ ബോളിട്ട് കൊടുക്കാണ്ടായിട്ട്. അപ്പോൾ ഞാൻ അവനിടയ്ക്ക് ഇങ്ങനെ ഇടുമ്പോൾ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ അവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ബോളിട്ട് കളിക്കാൻ. ബോളിട്ട് കളിക്കൽ മാത്രമല്ല, ഇനിയിപ്പോൾ ഇത് നിർത്തുമെന്ന് തോന്നണില്ല കേട്ടോ. ഓട്ടോറിക്ഷ വരാറായി. ഞാൻ അങ്ങനെ ഇടയ്ക്ക് അവനോട് പറയുന്നുണ്ട്, ഇപ്പോൾ ഓട്ടോറിക്ഷ വരും നമുക്ക് പോകണ്ടേ, ബോൾ കളിയൊക്കെ നിർത്താം. അപ്പോഴേക്കാവാൻ തുടങ്ങും കേട്ടോ കരച്ചിൽ. ഇവന് ബോൾ കളി ബോൾ എടുത്ത് വയ്ക്കാനും പറ്റില്ല. പിന്നെ ഒന്നില്ലെങ്കിൽ അപ്പോൾ അവനെ ജ്വരം വേറെ മാറ്റിക്കണം, ഒന്നില്ലെങ്കിൽ കരച്ചിൽ നിൽക്കണമെങ്കിൽ പിന്നെ വീൽ ചെയർമേ എന്തെങ്കിലും, അത് അവൻ്റെ വണ്ടിയാണല്ലോ അപ്പോൾ അതുമേലും കയറ്റിയിരുത്തണം കേട്ടോ. അപ്പോൾ അല്ല അങ്ങനെ അവന് ആ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ തലയിടിക്കലൊക്കെ ഭയങ്കര കൂടുതലാവും കേട്ടോ. അപ്പോൾ ഞാൻ ബോൾ എടുത്ത് വയ്ക്കാനായിട്ട് ഞാൻ കുറച്ച് നേരമായിട്ടാണ് ഞാൻ നോക്കണത്. എടുത്ത് വയ്ക്കുക സുഡു, എടുത്ത് വയ്ക്കാമെന്ന് ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട്. കളി മതിയാക്കാം നമുക്ക്, അവനങ്ങനെ അറിഞ്ഞിട്ടല്ല. എന്നാലും ഞാനത് എടുത്ത് വയ്ക്കുമ്പോൾ അവന് പെട്ടെന്ന് ഇതാവും കേട്ടോ. അവനെ എടുത്തു വയ്ക്കണ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല അവന് കളിച്ച് കഴിഞ്ഞാൽ കളിച്ചുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെയാണ് ഓട്ടോറിക്ഷയിൽ കയറിയാൽ ഇങ്ങോട്ട് ഇറക്കാൻ പറ്റില്ല കേട്ടോ. ഓട്ടോറിക്ഷയമ്മ തന്നെ പിടിച്ച് ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കും ഓട്ടോറിക്ഷയിൽ. അപ്പോൾ ഞാൻ പറയും ഓട്ടോറിക്ഷേനെ കെട്ടിപ്പിടിച്ച് അത് ഇരുന്നോളം പറയും, ഇറങ്ങണ്ട കേട്ടോ സുടുവെന്ന് പറയും. ഇങ്ങോട്ട് ഇറക്കാനും കയറ്റാനും ഒക്കെ പാടാണ് കേട്ടോ. പിന്നെ അത് ഞാൻ വീൽ ചെയറിൽ ഇരുത്തിയിട്ടാണ് ബോൾ കളി പിന്നെ നിർത്തണം കാണാനില്ല. അപ്പോൾ ഞാൻ വീൽ ചെയറിൽ ഇരുത്തിയിട്ട് അവൻ്റെ കരച്ചിലൊക്കെ ഒന്ന് മാറാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാനപ്പോൾ മൊയിൽ ചെവിയുടെ എണ്ണ തേച്ചിട്ട് അവനൊന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് പോവാണല്ലോ. അപ്പോൾ എന്നാൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഒന്ന് ഇത് പിടിച്ച് വെക്കാനൊന്നും നേരം കിട്ടിയില്ല കേട്ടോ. 9 മണി കഴിഞ്ഞു അപ്പോഴത്തേനും. പിന്നെ വേഗം കുളിപ്പിച്ച് അവനെന്തെങ്കിലും കൊടുത്തിട്ട് വേണമല്ലോ പോകാനായിട്ട്. അപ്പോൾ എണ്ണ തേച്ചിട്ടൊക്കെ കുളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സുടുമോൻ. അപ്പോൾ വീൽ ചെയറിലിരുന്ന് തന്നെ അങ്ങോട്ട് വേഗം എണ്ണ തേപ്പിച്ചു. അപ്പോൾ അവന് മനസ്സിലായി എവിടെ പോകാനുള്ള പരിപാടി ഒരുക്കങ്ങളൊക്കെയാണെന്ന് മനസ്സിലായിട്ട് കേട്ടോ. അപ്പോൾ അവനെ അങ്ങനെ ഒരുക്കങ്ങൾ ഇതൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവനങ്ങനെ മേത്തുനിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ വലിയ ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ എൻ്റെ മേത്തുനിന്ന് പോകണം. അപ്പോൾ അവൻ്റെ വിചാരം അപ്പം ഇനി അവനെ കൊണ്ടുപോയില്ലെങ്കിലോ എന്നുള്ളൊരു മനസ്സിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം. അങ്ങനെയൊക്കെ എന്തായാലും നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും നമ്മളങ്ങനെ നമ്മൾ അമ്മമാരെന്ന നിലയിൽ നമ്മൾ ഇവരുടെ കാര്യം നമുക്ക് മനസ്സിലാവേണ്ടെന്ന് തന്നെയാണല്ലോ എനിക്കിതും പറയുള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ തന്നെയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അവനെല്ലാം അറിയുന്നുണ്ട്, അങ്ങനെ തന്നെ പറയാനാണ് എനിക്കിഷ്ടമുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ പില്ലൊക്കെ സോഫയമ്മയ്ക്ക് കയറ്റിട്ടുണ്ടായിട്ട് അപ്പോൾ ഞാനതൊക്കെ അങ്ങോട്ട് വേഗം എടുത്ത് വെച്ചു കേട്ടോ, മാറ്റി വെച്ചു. ഇനിയിപ്പോൾ അവനെ വേഗം എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ക്യാമറയിൽ ഞാൻ നോക്കിയതാണ് കാണുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഒരു പായും പില്ലയും തലോണൊക്കെ അവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ. കുളി കഴിഞ്ഞിട്ട് വന്ന് ഇവിടെ താഴെ കിടത്തണമല്ലോ. അപ്പോൾ ഞാൻ ഇനി കുളിപ്പിക്കാനായിട്ട് കുളിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടോ. ഒരു 5 മിനിറ്റ് എന്തായാലും ഒരു എണ്ണ വെച്ചു കേട്ടോ. കുറച്ച് നേരം ഞാൻ വെച്ചു, ഇത്തിരി നേരമായാലും ഞാൻ അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. മൊയിൽ ചെവിയിൽ എണ്ണയാണ് സുടുമോൻ ഡെയിലി തേച്ച് കുളിപ്പിക്കണത് കേട്ടോ. ഡെയിലി കുളിപ്പിക്കൽ കുറവാണ്, ഒന്നരാട ഇട്ടിട്ടാണ് കുളിപ്പിക്കൽ കേട്ടോ. മേല് കുളിപ്പിക്കും, തല കുളിപ്പിക്കൽ കുറവാണ് കേട്ടോ. ഫിക്സുള്ള കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഡെയിലി ഇങ്ങനെ കുളിപ്പിക്കുമ്പോൾ കഫക്കെട്ടും കുറുങ്ങലൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അങ്ങനെ ഡെയിലി കുളിപ്പിക്കാത്തത്. മേല് കഴുകിക്കും. അപ്പോൾ കുളിക്കാൻ പോകാനായിട്ട് അവനോട് ഞാൻ ചോദിച്ചിട്ടാ, കുളിക്കാൻ പോവാ സുടുക എന്ന് പറയുമ്പോൾ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുളിക്കാൻ മാത്രം കരച്ചിലും ഇല്ല, ഒരു വാശിയില്ല കേട്ടോ. അത് എണ്ണ തേക്കുമ്പോൾ തൊട്ട് അവന് നല്ല പോലെ അറിയാം. അങ്ങനെ ഒന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കാൻ എടുക്കുമ്പോൾ സാധാരണ കുളിക്കാനായിരിക്കും പിള്ളേർക്ക് മടി. നമ്മുടെ സുടുമോന് മടിയേ ഇല്ല കേട്ടോ. കുളിക്കാൻ കസേരമ്മ ബാത്റൂമിൽ കൊണ്ടുപോകാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നാലും ആ കസേരയിലൊക്കെ കൊണ്ടിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുളിക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുളിപ്പിക്കണ വീഡിയോ ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആരും കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി നമ്മുടെ സുടുമോൻ്റെ ലിങ്കിലൊക്കെ ഒന്ന് പോയി നോക്കി നോക്കൂ കേട്ടോ. പോയി കണ്ടോളൂ എല്ലാവരും, സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ അത് ഞാൻ സുടുമോന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. ഇനി സുടുമോന് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് പരിപാടി. തലയിട്ട് ഇങ്ങനെ ഇട്ട് മാന്തലാണ്. അന്ന് ഞാൻ വിചാരിക്കും പേൻ ഉണ്ടാവുമെന്ന് വിചാരിക്കും. എന്നിട്ട് തലയൊക്കെ ഇട്ട് ഞാൻ ഈരിയൊക്കെ കൊടുക്കൂട്ടാ. പക്ഷേ ഫാനൊന്നുമില്ല, അവൻ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ മാന്തൂട്ട തലയിലിട്ട് എപ്പോഴും
ആ കൈ കൊണ്ട് എപ്പോഴും മാന്തും. പക്ഷെ അന്ന് തല നമ്മൾ ഇരി നോക്കുമ്പോൾ പേനില്ല ഒന്നുമില്ല. അപ്പോൾ എന്താണാവുമെന്ന് ഞാൻ വിചാരിക്കും കടിക്കിൽ. അവനിങ്ങനെ കൂടെ ഇട്ട് ഇങ്ങനെ മാന്തും. കുളി കഴിയുമ്പോഴാണ് ഈ മാന്തൽ പരിപാടിയിട്ട് അവന്. പിന്നെ ഞാനപ്പോൾ അവനോട് പറയാം നമുക്ക് തലമുടി ഒന്ന് നീരാട്ടാ, നല്ല ചുള്ളാപ്പി ആക്കി തരാം, നമുക്ക് പോകണ്ടേ, ടാറ്റ പോകണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവന് തലമുടിയൊക്കെ ഒന്ന് ഈരിയൊക്കെ കൊടുത്ത് പൗഡറൊക്കെ ഇടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൗഡർ ഇട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇട്ട് ആക്കുമ്പോഴേക്കും ആ പുള്ളിക്കാരൻ കണ്ണടയ്ക്കും കേട്ടോ. പൗഡർ ഇടുന്ന കാര്യമൊക്കെ അങ്ങനെ അറിയാം കേട്ടോ അവന്. അപ്പോൾ തലമുടിയൊക്കെ ഒന്ന് ഈരിയൊക്കെ വെച്ച് കൊടുത്തുട്ടോ. അപ്പോഴും പിന്നെയും മാന്താണ് കേട്ടോ അവൻ കിടന്ന്. അപ്പോൾ ഞാൻ മനസ്സിലെന്ന് വിചാരിച്ചത് എന്താണാവുമെന്ന് വിചാരിച്ചത്. എപ്പോഴും ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ താരനൊന്നും ഇല്ല അന്ന് സുടുമോൻ്റെ തലയിൽ. പക്ഷേ അവൻ അങ്ങനെ ഇട്ട് മാന്തും കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയണില്ല. പിന്നെ ഞാൻ അവനൊരു കുറിയൊക്കെ തൊട്ട് കൊടുത്ത് ഇനി അമ്മയ്ക്ക് കുളിക്കാനായിട്ട് സുടുകയെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴേക്കും ഇനി പിന്നെ അച്ചാച്ചനും ആരെങ്കിലും വന്നിട്ട് വേണം കേട്ടോ ഒന്ന് കുളിക്കാനായിട്ട് പോയി. അപ്പോഴേക്കും അമ്മയൊക്കെ കുളിക്കാനായിട്ട് പോയി. അമ്മയുടെ അടുക്കളയിലത്തെ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും അമ്മ കുളിക്കാൻ കയറി. ഇനിയിപ്പോൾ നമുക്ക് സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറി ചാലിച്ച് കൊടുക്കാനായിട്ട് വെള്ളം ചാലിച്ച് കുറി എടുക്കാനായിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ സുടുമ്പോന് കുറി തൊടണത് തന്നെയാണ് കേട്ടോ കാണുള്ളൂ. പോകുമ്പോഴേക്കും ഞാൻ പറഞ്ഞു അവനോട് കളയല്ല കേട്ടോ സുടുക്കുട്ടാ എന്ന് പറഞ്ഞു കേട്ടോ അവനോട്. മാക്കിലൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോഴേക്കും. അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിടന്നിങ്ങനെ ഭയങ്കര കൈയും കാലൊക്കെ പൊക്കി ഭയങ്കര ഡാൻസ് കളിയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൈയും കാലൊക്കെ പൊക്കി ഭയങ്കര കളിയാണ്. അത് കഴിഞ്ഞ് ഇവിടെ രാവിലെ മുറ്റൊന്നും അടിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ വേഗം അതും കൂടി ഒന്ന് അടിച്ചിട്ട് വേഗം കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അമ്മയുടെ അടുക്കളയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അമ്മയുടെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ മുറ്റടിക്കാനായിട്ട് ഞാൻ നോക്കിയിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ ചൂലിന് ഉയരം കുറവായ കാരണം കൊണ്ട് അമ്മയ്ക്ക് അടിക്കാനായിട്ട് തീരെ പറ്റില്ല കേട്ടോ. അമ്മയ്ക്ക് തണ്ടൽ വേദനയുള്ള കാരണം കൊണ്ട് പറ്റില്ല. അപ്പോൾ ഞാൻ പിന്നെ വേഗം അടിച്ചു കേട്ടോ. ഞാനത് സ്പീഡ് കൂട്ടിയിട്ടേക്കാണ് കേട്ടോ. അടിച്ച് വരണതൊക്കെ വേഗം കാണിച്ചതാണ്. പോകേണ്ട തിരക്കിൽ വേഗം സ്പീഡ് ഇതാക്കിയതാണ് കേട്ടോ. അപ്പോൾ വേഗം വീഡിയോ നമ്മൾ സ്പീഡ് കൂട്ടിയതാണ്. അപ്പോൾ വേഗം അടിച്ചു കിട്ടുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ചുറ്റുപുറത്ത് ഇങ്ങനെ ജാതിയുള്ള കാരണം കൊണ്ട് ചവറ് ഇത് എപ്പോഴും ഉണ്ട് കേട്ടോ. എപ്പോഴും ഉണ്ട് കേട്ടോ. എപ്പോഴും വീഴും. ജാതിയാണ് ബാക്കിലൊക്കെ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനെ അടിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇതായിരിക്കും കേട്ടോ. ഇപ്പോൾ അലക്കണ സ്ഥലത്തായാലും ഒക്കെ ജാതിയുടെ ഇത് നിൽക്കണം. കാരണം പിന്നെന്താ നല്ല തണലായിരിക്കും കേട്ടോ. നല്ല സുഖമാണ് അവിടെയൊക്കെ നിന്ന് കഴുകാനായിട്ട് ജാതിക്കുള്ള കാരണം കൊണ്ട്. ഇങ്ങനെ നമുക്ക് ഇതൊക്കെ നോക്കിയൊക്കെ നിന്ന് നമ്മൾ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ടൊക്കെ ഒന്ന് കഴുകാം കേട്ടോ. അപ്പോൾ സമയം എടുക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പിന്നെ പോകുന്നത് കേട്ടോ. അപ്പോൾ അടിക്കാൻ നിൽക്കുമ്പോൾ കുറച്ച് സമയം എന്തായാലും എടുക്കും. നമ്മുടെ ഇവിടെ അടിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ. എന്ന് വെച്ചാൽ ജാതിയുടെ ഇത്. അപ്പോൾ അത് കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മൾ അടിച്ചത്. അപ്പോൾ ഞാനപ്പോൾ ബോളിട്ട് കൊടുത്തു കേട്ടോ. കുറച്ച് നേരം കളിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോഴേക്കും എനിക്ക് പോയി ഇനി കുളിക്കണം. അപ്പോൾ ആ ബോളിട്ട് അച്ചാച്ചനും അവനും കൂടി അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ വേഗം ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് സുടുമോന് പോവാണല്ലോ സുടുക്കുട്ടാൻ. പിന്നെ അതേ ഓട്ടോയിലൊക്കെ കയറിയിരുന്നിട്ടും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഒരാളെയും മൈൻഡും ചെയ്യില്ല. അവൻ ഇങ്ങനെ പിടിച്ചിരിക്കും കേട്ടോ. നടുവിൽ അവൻ അങ്ങനെ ഇരുത്തും. അപ്പോൾ അവൻ എല്ലായിടത്തേക്കും ഇങ്ങനെ നോക്കി ചിരിച്ച് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവനെ പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾ. ഓട്ടോറിക്ഷയിൽ കയറി കഴിഞ്ഞാൽ പിന്നെന്താ ഇറക്കാനും കയറ്റാനാണ് കേട്ടോ ബുദ്ധിമുട്ട്. പിന്നെ അവിടെ അച്ചാച്ചനും അമ്മാമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവർ കുറേ നേരം കയ്യിലൊക്കെ ഇരുത്തി കളിപ്പിച്ച് പായൊക്കെ ഒന്ന് ഇട്ട് കുറേ നേരം അതിൽ കളിച്ച് ചായയൊക്കെ കുടിച്ച് അമ്മാമ്മയുടെ അടുത്തുനിന്ന് കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ച്. അവിടെ നിറച്ച് ചെടികളാണ് കേട്ടോ അവിടെ വീട്ടിൽ. അമ്മ അങ്ങനെ പറഞ്ഞ പോലെ എല്ലായിടത്തു നിന്നും പോയി ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ. അപ്പം അമ്മ ചെടി എന്തെങ്കിലും കൊണ്ടുപോകണ്ടോയെന്ന് വെച്ചപ്പോൾ ഞാനപ്പോൾ 2-3 ചെടികളൊക്കെ എടുത്ത് പിടിച്ചു കേട്ടോ. അപ്പോൾ അമ്മ ചെടിയൊക്കെ വെട്ടി തരാണ് പോകാമെന്ന്. കുറച്ച് 1 മണിക്കൂറാണ് നിന്നുള്ളൂ കേട്ടോ. ഓട്ടോറിക്ഷയിൽ പോകുന്ന കാരണം കൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തുള്ളൂ. അവിടെ ഫുള്ള് ചെടികൾ വെച്ചേക്കണം കേട്ടോ അമ്മ. അപ്പോൾ ഇതാണ് അവിടുത്തെ വീട് കേട്ടോ. ചേട്ടൻ്റെ വീട് ഇതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്നു കേട്ടോ. പിന്നെ അമ്മ അവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നയച്ചു. പിന്നെ ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും പോകല് നടക്കില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് ഞങ്ങൾ പോന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ.